ഹലോ ഗൈസ്, ഈ കഴിഞ്ഞ GIBയിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉള്ളത്. സെക്ഷൻ എയിൽ അഥവാ MCQസിൽ 20 ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ NVTസിൽ 5 ക്വസ്റ്റ്യൻസും. നമുക്ക് ആദ്യം സെക്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്താണ്, ഇഫ് ദിസ് മെട്രിക്സ് അല്ലെ 1x1 പിന്നെ ഏതാണ് 132051020 into 1x is equal to 0 in the value of xr. ഓക്കെ മക്കളെ, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നുമില്ല, ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ക്വസ്റ്റൻ ആണ്. റെഡി? ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ മെട്രിക്സും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ഇത് ഒരു 1/3 മെട്രിക്സ് ആണ് അല്ലേടാ? യെസ്. ഓക്കെ, ഇതാണെങ്കിൽ ഒരു 3/3 മെട്രിക്സ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 1/3 മെട്രിക്സ് ആണ് നമുക്ക് മനസ്സിലാക്കുക. സോ ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. സോ 1 into 1 1 അല്ലെ, ആദ്യം ഇവരെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. പിന്നെ ഇതാണ് x into 0 0 ആൻഡ് ഓക്കെ, അത് ഫസ്റ്റ് ഇവിടെ എന്താ എഴുതി മക്കളെ, യെസ് 1 എന്ന് വന്നു. റെഡി? ഇനി ഇവിടെ ആണെങ്കിൽ മക്കളെ 1 into 3 അല്ലെ, പ്ലസ് 5x പ്ലസ് 2x അല്ലെ, 3 പ്ലസ് 5x പ്ലസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും കൂടെ 7x, സോറി അതായത് 3 പ്ലസ് 5x അല്ലെ പ്ലസ് 2 അല്ലെ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് എന്താണ് 5x എന്ന് വരും. റെഡി അല്ലേ? കഴിഞ്ഞോ? ഇല്ല. ഇനി 1 into 2 അല്ലേ, പിന്നെ എന്താണ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 പ്ലസ് എക്സ് എന്ന് വരും. റെഡി അല്ലേ? 2 പ്ലസ് എക്സ് അല്ലേ ഇൻറ്റു ഇവിടെ എന്ന് വരും മക്കളെ 1x അല്ലെ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. റെഡി അല്ലേ? യെസ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇവരെന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെ, ഇതെന്താണ് മക്കളെ, ഇതൊരു 1/3 മെട്രിക്സ് ആണ്. ഇതെന്താണ് 3/1 മെട്രിക്സ് ആണ്. റെഡി? അപ്പോൾ അവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, യെസ്. ഓക്കെ, ഇത് പോകും. റെഡി? അപ്പോൾ ഇനി അടുത്ത ശ്രദ്ധിക്കുക, നമുക്കിത് ചെയ്യുന്ന സമയത്ത് 1 into 1 അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്കിടെ 1 റെഡി അല്ലേ ഇൻറ്റു 5 പ്ലസ് 5x എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 5x എന്ന് വരും. റെഡി അല്ലേ? പ്ലസ് എന്താണ്, യെസ് ഇറ്റ് ഈസ് എന്തെങ്കിലും 2x പ്ലസ് x സ്ക്വയർ എന്ന് വരും അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു O. റെഡി? അതായത് മെട്രിക്സ്. ഓക്കെ, സിംപ്ലി മക്കളെ മെട്രിക്സ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് 2x പ്ലസ് 5x 7x. റെഡി അല്ലേ? അപ്പോൾ x സ്ക്വയർ പ്ലസ് 7x ഓക്കെ അല്ലേ, x സ്ക്വയർ പ്ലസ് 7x അല്ലെ പ്ലസ് 6 ഈസ് ഈക്വൽ ടു അല്ലെ നമുക്ക് എന്ത് പറയാം, O എന്ന് പറയാം. റെഡി അല്ലേ? O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 മെട്രിക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് എന്താക്കാൻ സോൾവ് ചെയ്യാം അല്ലെ, ബൈ നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ബൈ ഫാക്ടറൈസേഷൻ നമുക്ക് എന്താക്കാം, സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ x പ്ലസ് 1 ഇൻറ്റു എന്താണ് മക്കളെ, യെസ് x പ്ലസ് 6 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ x ഈസ് ഈക്വൽ ടു -1 അല്ലേ, ഓർ x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, -6 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് മക്കളെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് sin x പ്ലസ് cos x ഈസ് ഈക്വൽ ടു √2 ദെൻ വാട്ട് ഈസ് sin x ഇൻറ്റു cos x? റെഡി? ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക അല്ലേ. ഇവിടെ sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യണം എന്നിങ്ങനെയാണ് കത്തിയത്, ഒന്നുമില്ല. നമ്മൾ sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, യെസ് ഇവിടെ sin സ്ക്വയർ എക്സ് പ്ലസ് അല്ലേ cos സ്ക്വയർ എക്സ് പ്ലസ് 2 ടൈംസ് എന്താണ് മക്കളെ, യെസ് sin x ഇൻറ്റു cos x ആണ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2 അല്ലേ. നമുക്കറിയാം sin x സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, യെസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് 1 ആണ്. ഓക്കെ അല്ല? അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും മക്കളെ, യെസ് ഓക്കെ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് 1 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ sin x ഇൻറ്റു cos x അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും മക്കളെ, യെസ് 1/2 എന്ന് വരും. ഓക്കെ അല്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് tan inverse x plus tan inverse y is equal to 2π/3 then what is cot inverse x plus cot inverse y is equal to? ഓക്കെ ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ, യെസ് cot inverse x പ്ലസ് എന്താണ് cot inverse y ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാം അല്ലേ, അതായത് കോട്ട് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ ടൈമിലേക്ക് മാറ്റാൻ അറിയാം അല്ലെ. എങ്ങനെയാണ്? യെസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ. ഇതെന്താണ് മക്കളെ, യെസ് കോട്ട് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. റെഡി അല്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ടാൻ ഇൻവേഴ്സിനെ കുറിച്ച് ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്താണ് 2π/3 വന്നിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. സോ നമുക്ക് ഇവിടെ π/2 പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പൈ എന്ന് കിട്ടും അല്ലെ, പൈ ബൈ മൈനസ് ഓക്കെ അല്ലെ മൈനസ് ഓഫ് നമുക്ക് ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് വരും അല്ലെ, നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെ. അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, യെസ് പൈ മൈനസ് ഓക്കെ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഗിവൺ ആസ് വാട്ട് ആർ 2π/3 അല്ലെ. അപ്പം അങ്ങനെയാണ് പൈ മൈനസ് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ്,
യെസ് ഓക്കെ പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ സത്യപ്പെട്ടതാണ് മക്കളെ യെസ് പൈ ബൈ 3 ആണ്. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റഡ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ ഓക്കെ 4x മൈനസ് ay മൈനസ് 8 is thrice the x intercept, then the value of a is equal to. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കൽ മൈനസ് എ ഡിവൈഡ് ബൈ ബി ആണ്. ഓക്കെ അല്ലേ? പക്ഷേ വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ആർ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സി ഡിവൈഡ് ബൈ ബി ആണ്. ആൻഡ് എക്സ് ഇന്റർസെപ്റ്റ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സത്യപ്പെട്ട് മൈനസ് സി ഡിവൈഡ് ബൈ എന്താണ് എ ആണ്. അറിയാലോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 4x മൈനസ് എ വൈ അല്ലെ മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 അല്ലെ എന്ന് പറഞ്ഞതിൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയാം മൈനസ് ഓഫ് മൈനസ് 8 അല്ലെ പ്ലസ് 8 ഡിവൈഡ് ബൈ 4 എന്ന് വരും. റെഡി അല്ലേ? ആൻഡ് അതിൻ്റെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്താണ്? യെസ് മൈനസ് ഓഫ് മൈനസ് 8 അല്ലെ പ്ലസ് 8 അല്ലെ ഡിവൈഡ് ബൈ എന്നാണ് മക്കളെ മൈനസ് എ എന്ന് വരും. ഓക്കെ സോറി ഇത് വൈ അല്ലേ? യെസ് ഓക്കെ അല്ലേ എന്ന് വരും. ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൈ ഇന്റർസെപ്റ്റ് ഈസ് 3 ടൈംസ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, വൈ ഇന്റർസെപ്റ്റ് ഈസ് ഓക്കെ ക്ഷമിക്കണം മാറിപ്പോയി. ഓക്കെ ഒന്നും കൂടി പറയാം. വൈ ഇന്റർസെപ്റ്റ് ഈസ് 3 ടൈംസ് എക്സ് ഇന്റർസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ആദ്യം വൈ ഇന്റർസെപ്റ്റ് എഴുതുകയാണ്. അല്ല നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 8 പ്ലസ് 8 ഡിവൈഡ് ബൈ മൈനസ് എ അല്ലെ ഇസിക്കോ 3 ടൈംസ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ് 8 ഡിവൈഡ് ബൈ എന്നാണ് മക്കളെ 4 ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കണം? എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 8 എന്തായി മക്കളെ ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ അല്ലേ? സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ മൈനസ് എ ഇസ് ഈക്വൽ ടു 3 ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു മൈനസ് 4 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? The next, if minus 3 comma 0 is the vertex and y-axis is the directrix of the parabola, then the focus is at the point. Ready? അപ്പോൾ നമുക്ക് ആ തന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അതായത് മൈനസ് 3 കോമ 0 ഇസ് വെർട്ടെക്സ് അല്ലെ അഥവാ ഒരു പരാബോള എടുത്തു കഴിഞ്ഞാൽ അല്ല അതിൻ്റെ വേർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ? യെസ് മൈനസ് 3 കോമ 0 ആണ് അല്ലെ മൈനസ് 3 കോമ 0 ആണ് അതിൻ്റെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ. ഓ ആയിക്കോട്ടെ ഓക്കെ അല്ലെ മൈനസ് 3 കോമ 0 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ വരോടാ? ക്ഷമിക്കണം ഇവിടെയാണ് വരിക അല്ലെ. ഇതാണ് മൈനസ് 3 കോമ 0. റെഡി അല്ലേ? യെസ് ഓക്കെ അല്ലേ? അതായത് ഈ പോയിന്റ് അല്ലെ ഈ എക്സ് ആക്സിലെ ഈ പോയിന്റ് മൈനസ് 3 അല്ലെ. ഇപ്പം എക്സ് ആക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല അവിടെ വൈ കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. വൈ കോർഡിനേറ്റ് അവിടെ 0 ആണ് അണ്ടർസ്റ്റുഡ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ? ആൻഡ് വൈ ആക്സിസ് ഇസ് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള അല്ലെ പരാബോളയുടെ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ അപ്പോൾ വെർട്ടെക്സ് മൈനസ് 3 കോമ 0 ആണ്. ആൻഡ് വൈ ആക്സ് ആണ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ പരാബോളയുടെ ഏകദേശം ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? യെസ് ഫോക്കസ് അല്ലെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ അതായത് വെർട്ടെക്സിൽ നിന്നും ഓക്കെ അല്ലെ ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അല്ലെ അതേപോലെ ഡയറക്ട്രിക്സ് വെർട്ടെക്സിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരവും എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലെ? അതായത് ഈ ദൂരം 3 ആയിരിക്കും നമുക്ക് കിട്ടുക. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദൂരം എന്തായിരിക്കും? ഇവിടെ 3 ആണെങ്കിൽ അതാണ് നമ്മുടെ പരാബോളയുടെ ബേസിക് ഡെഫിനേഷൻ ഉപയോഗിച്ചുള്ള സാധനമാണ് അല്ലേ. അതായത് വെർട്ടെക്സ് പരാബോളയുടെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ നിന്നും ശ്രദ്ധിക്കുക വെർട്ടെക്സിലേക്കുള്ള ദൂരവും സോറി ആ പോയിന്റിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരവും ആ പോയിന്റിൽ നിന്നും ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയിൽ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരവും ഓക്കെ അല്ലേ ഫോക്കസിലേക്കുള്ള ദൂരവും ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? ഇവിടെ മക്കളെ 3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ -6 ആണ്. സോ ദിസ് ഫോക്കസ് ഈസ് നത്തിങ് ബട്ട് എന്താണ് മക്കളെ? യെസ് -6,0 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. സോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ബാർ ഇസ് ഈക്വൽ ടു 2i - j - mk and b bar is equal to 4/7i minus 2/7j plus 2k are collinear, then the value of m is equal to അല്ല നമുക്കറിയാം രണ്ട് പിന്നെ വെക്ടേഴ്സ് അല്ലെ ഒന്ന് പറഞ്ഞാൽ എ ബാർ അല്ലെ ഇസ് ഈക്വൽ ടു a1i പ്ലസ് ഓക്കെ അല്ലെ a2j പ്ലസ് a3k. റെഡി അല്ലേ? അതേപോലെ തന്നെ ബി ബാർ ഇസ് ഈക്വൽ ടു b1i പ്ലസ് അല്ലെ b2j പ്ലസ് b3k അല്ലെ. മക്കൾ ഇവർ കൊലീനിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a1 ഡിവൈഡ് ബൈ b1 ഇസ് ഈക്വൽ ടു a2 ഡിവൈഡ് ബൈ b2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറഞ്ഞാൽ a3 ഡിവൈഡ് ബൈ b3 എന്ന് പറയാം. റെഡി അല്ലേ? അതായത് അവരുടെ കോമ്പണൻസ് പരസ്പരം എന്തായിരിക്കും? ഇവിടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കേസിലാണെങ്കിൽ 2 ഡിവൈഡ് ബൈ 4/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും -1 ഡിവൈഡ് ബൈ -2 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും -m ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ആണ്. നമുക്ക് എമ്മിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇവിടെ ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് 1 ഡിവൈഡ് ബൈ 2/7 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 7 ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം അല്ല വിച്ച് ഇസ് ഈക്വൽ ടു -m ഡിവൈഡ് ബൈ 2. സോ m ഇസ് ഈക്വൽ ടു എന്താണ്? -7. റെഡി അല്ലേ?
അടുത്ത ക്വസ്റ്റൻ, ഇഫ് two lines are perpendicular then the value of a is equal to. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലേ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ എന്തെങ്കിലും ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ തന്ന സ്ട്രൈറ്റ് ലൈനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. റെഡിയല്ല, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാണ്, അതായത് നമുക്ക് എങ്ങനെയാണ്, അഥവാ സ്റ്റാൻഡേർഡ് സിമെട്രിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം, വൈയുടെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം, അതേപോലെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം മകളെ 1 ആയിരിക്കണം. ഓക്കെ അല്ലേ, so x minus 1 divided by 2 is equal to negative of y1 divided by എന്താണ് minus a is equal to z divided by 4. റെഡി അല്ലേ, അപ്പോൾ ഇവന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കിട്ടിയ എന്താണ്, യെസ് 2a4 എന്ന് കിട്ടി. മനസ്സിലായല്ലേ, അപ്പോൾ ഒന്നാമത്തതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ, ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് എന്ത് കിട്ടിയ മക്കളെ, യെസ് ഓക്കെ അല്ലേ 2,a,4 എന്ന് കിട്ടി അല്ലേ, 2,a,4 എന്ന് കിട്ടി. റെഡി അല്ലേ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഇവന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഇനി കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, ഇതെന്താ x minus 3 divided by 1 is equal to 2y minus 3 divided by 4 is equal to എന്താണ്, z minus 2 divided by 2. റെഡി അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം, x minus 3 divided by 1 is equal to അല്ലേ 2 we can take outside, so y minus 3 divided by 2 by 4 is equal to z minus 2 divided by 2 എന്ന് വരും. മനസ്സിലായില്ലേ, സോ മക്കളെ ഇത് നമ്മുടെ വൺസ് സ്റ്റാൻഡേർഡ് ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 1, 2, അതേപോലെ എന്താണ് 2 ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് L1. ഓക്കെ, ഇത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ, യെസ് 1, അതേപോലെ 2, എന്താണ് 2 ആണ് അല്ലേ. ഇനി അവർ പിന്നെ എന്താ പറയുക പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അഥവാ 2 into 1 എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലേ, a into 2 എന്ന് പറയുമ്പോൾ 2a ആണ് അല്ലേ, പ്ലസ് 8 is equal to 0. അപ്പോൾ 2a plus 10 is equal to 0. അപ്പോൾ a is equal to minus 10 divided by 2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 എന്ന് വരും. മനസ്സിലായില്ലേ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്, ഓപ്ഷൻ C is the right answer. Okay അല്ലേ. The next question, 2 fair dice are rolled, then the probability of getting a composite number as the sum of face values is equal to. ഓക്കെ, അതായത് മകൾ 2 ഡൈ ത്രോ ചെയ്യുകയാണ്, അപ്പോൾ എന്നിട്ട് അതിൻ്റെ പിന്നെ എന്താ പറയുക മുകളിൽ വരുന്ന നമ്പേഴ്സിൻ്റെ സം എടുക്കുകയാണ്. റെഡി അല്ലേ, ഓക്കെ അല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ചോദ്യം. റെഡി അല്ലേ, അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് ഏകദേശം എഴുതി വെക്കുക, കംപ്ലീറ്റ് ആയിട്ട് എഴുതൊന്നും വേണ്ട. അത് നമുക്ക് സാമ്പിൾ സ്പേസ് ആണ് 1, 1, 1, 2 അല്ലെ, അതേപോലെ എന്താണ് 1, 3 അല്ലെ 1, 4 അല്ലെ, അങ്ങനെ തുടങ്ങി എക്സെട്രാ എത്ര വരെ പോകും മക്കളെ, 6, വരെ വരും. റെഡി അല്ലേ, അപ്പോൾ അതിന് ശ്രദ്ധിക്കാം, നമുക്കറിയാം എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഓഫ് ഇവന്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് ആണ്. റെഡി അല്ലേ, അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ 36 ആണ് അല്ലെ, കാരണം 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് സന്ധിമട്ട 36. ഓക്കെ അല്ലേ, അപ്പോൾ 36 ആണ് അതിൻ്റെ എന്ന് പറഞ്ഞു. റെഡി, അപ്പോൾ ഇനി അടുത്തത് ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം, ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ശ്രദ്ധിക്കുക, നമുക്ക് അതിന് ഫേവറബിൾ ഔട്ട്കംസ് വേണം. റെഡി അല്ലേ, അതിൻ്റെ ഫേവറബിൾ ഔട്ട്കംസ് വേണം. റെഡി അല്ലേ, സോ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്തായാലും ഫേവറബിൾ ഔട്ട്കം, അതായത് സം ഓഫ് നമ്പേഴ്സ് എന്ത് വരണം, ഇറ്റ് ഷുഡ് ബി എ കോമ്പോസിറ്റ് നമ്പർ. റെഡി അല്ലേ, അതായത് നിങ്ങൾ നോക്കുക, ഈ 1ഉം 2ഉം റെഡി, 1ഉം 1ഉം ആഡ് ചെയ്ത് നമുക്ക് 2 ആണ് കിട്ടുന്നത്. റെഡി അല്ലേ, 1ഉം 2ഉം അല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് കിട്ടുക അല്ലേ, 1ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്, 4 ആണ് നമ്പർ. മനസ്സിലായില്ല, അപ്പോൾ ഇത് ഫേവറബിൾ ഔട്ട്കം പെടില്ല അല്ലെ, ഇവനും ഫേവറബിൾ ഔട്ട്കം പെടില്ല അല്ലെ, 1, 1 പെടില്ല, 1, 2 പെടില്ല അല്ലെ. എന്തുകൊണ്ടാണ്, ഇവർ ആഡ് ചെയ്താൽ കിട്ടുന്നത് നമുക്ക് 2 ആയിക്കോട്ടെ, അതേപോലെ 3 ആയിക്കോട്ടെ, അതെന്താണ് പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ അല്ലേ, നമുക്ക് പിന്നെ 1, 3 എന്താവും പെടും അല്ലെ, എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുക, ബിക്കോസ് 1ഉം 3ഉം ആഡ് നമുക്ക് എന്താ കിട്ടുന്നത്, 4 കിട്ടുന്നത്, അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. റെഡി അല്ലേ, 1, 4 പെടോ, പടില്ല അല്ലെ, കാരണം അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, യെസ് 5 അല്ലെ, അതായത് ശ്രദ്ധിക്കുക പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ഫേവറബിൾ ഔട്ട്കം എങ്ങനെയാണ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പോസിബിൾ നമ്പേഴ്സ് ആരൊക്കെയാണ് നോക്കാം. റെഡി അല്ലേ, അതായത് ശ്രദ്ധിക്കുക ഏതൊക്കെ വരാം അല്ലെ, 1, 2, 3 അല്ലെ, 4, 5, 6 അല്ലെ, 7, 8, 9, 10 അല്ലെ, 11, 12 അല്ലെ, അഥവാ 2 ഡൈ അല്ലെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 വരില്ല അല്ലെ, 1 വരോ, ഇല്ല 1 വരില്ല അല്ലെ, അതായത് നിങ്ങൾ നോക്കിയിട്ട് അല്ലെ, ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് 1 + 1 അല്ലെ, ഇതെന്താണ് 2 ആണ്. റെഡി അല്ലേ, ഇനി ഇവിടെ അവസാനം 6 + 6 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, 12 ആണ് വരിക. റെഡി അല്ല, 6 + 6 എന്ന് പറയുമ്പോൾ 12 ആണ് വരിക. റെഡി അല്ലേ, അപ്പോൾ 2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സാണ് എപ്പോഴും എന്ത് ചെയ്യുക മക്കളെ അതിൽ വരിക. റെഡി അല്ലേ,
2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാലുള്ള സമ്മിൽ എപ്പോഴും എന്ത് ചെയ്യുക വരിക. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ആരൊക്കെയാണ് നമ്മുടെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ? 4 കോമ്പോസിറ്റ് നമ്പറാണ്. 6 അതേപോലെ 8 9 10 12 അല്ലേ? ഇത്രയും ആൾക്കാരാണ് മക്കളെ നമ്മുടെ കോമ്പോസിറ്റ് നമ്പർ. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഫേവറബിൾ ഇതാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇ എന്ന് പറഞ്ഞ സെറ്റ് എഴുതാൻ വേണ്ടി പോകണം. ഓക്കെ അല്ലേ? ആദ്യം തന്നെ ശ്രദ്ധിക്കുക, അതായത് സമ്മ് 4 വരുന്ന നമ്പേഴ്സ് അല്ലേ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 3 വരും അല്ലേ? പിന്നെ അതേപോലെ എന്താണ് മക്കളെ 1 3 വരും അല്ലെ? അതേപോലെ തന്നെ 3 1 വരും. റെഡി അല്ലേ? പിന്നെയോ 2 2 വരും. ശരിയല്ലേ? അപ്പോൾ സമ്മ് 4 വരുന്നത് അല്ലെ ഇവരൊക്കെയാണ് വരിക അല്ലേ? ഇനി മക്കളെ അടുത്ത് സമ്മ് 6 വരുന്നതാണെങ്കിലോ? സമ്മ് 6 വരുന്നതാണെങ്കിൽ 1 5 വരും അല്ലേ? പിന്നെ എന്താണ് 5 1 വരും അല്ലേ? പിന്നെ ആര് വരും മക്കളെ? 3 3 വരും. വേറെ ആരെങ്കിലും വരൂടാ? ഇല്ല. യെസ് വരും അല്ലേ? അത് 4 2 വരും. അതേപോലെ എന്താണ് മക്കളെ 2 4 വരും അല്ലേ? ഇത്രയും ആൾക്കാരാണ് സം എന്താക്കുന്നത് മക്കളെ 6 തരുന്നത്. റെഡി അല്ലേ? ഇനി നമുക്ക് സം 8 തരുന്നത് നോക്കാം. അപ്പോൾ സം 8 വരുന്നതാണെങ്കിൽ 1 വെച്ച് ആരുമില്ല. 2 വെച്ചിട്ടാണെങ്കിൽ ആരുണ്ട്? 6 ഉണ്ട്. റെഡി അല്ലേ? പിന്നെ ആരുണ്ട്? 6 വെച്ചിട്ട് 2 ഉണ്ട് അല്ലേ? തിരിച്ചെഴുതാം. പിന്നെ എന്താണ് 3 വെച്ചിട്ടാണെങ്കിൽ 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 5 3 എഴുതാം. ഓക്കെ അല്ലേ? പിന്നെ ആരാണ് മക്കളെ? യെസ് 4 അല്ലേ? ഇനിയുണ്ടോ? ഇല്ല. ഇനി അടുത്തത് 5 3 അല്ല ഇല്ല. റെഡി അല്ലേ? അപ്പോൾ അതുമായി അല്ലേ? ഇനി സം 9 വരാണോ മക്കളെ? നമ്പർ വരാൻ ഒന്ന് 3 6 വരും അല്ലേ? പിന്നെ എന്താണ് 6 3 എന്ന് വരും. റെഡി അല്ലേ? പിന്നെ 4 5 എന്ന് വരും അല്ലേ? പിന്നെ എന്താണ് മക്കളെ? യെസ് 5 4 എന്ന് വരും. റെഡി അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ് ഓക്കെ അല്ലേ? ഇനി മക്കളെ സം 10 വരാനോ? അതാണെങ്കിൽ നമുക്ക് ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്ന് 2 4 വരും. റെഡി അല്ലേ? ഇല്ല 2 4 എന്ന് 6 അല്ല, ക്ഷമിക്കണം. ഓക്കെ അല്ലേ? 2 ആരും വരില്ല, 3 ആരും വരില്ല, 4 ആരും വരില്ല, ആകെ 5 മാത്രമേ വരുള്ളൂ. റെഡി അല്ലേ? ശ്രദ്ധിക്കുക, ഇതാണെങ്കിൽ മക്കളെ 6 6 അല്ലെ 12 വരാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? യെസ് 5 5. റെഡി അല്ലേ മക്കളെ? 5 5. ഓക്കെ അല്ലേ? പിന്നെ എന്താടാ? യെസ് 6 6. റെഡി അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡി. അപ്പോൾ ഇവർ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സോറി എണ്ണി നോക്കുക. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 അല്ലേ? 19 വരുന്നത്. ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. നമ്മൾ എന്തോ മിസ്സിങ് ഉണ്ടല്ലോ. ഓക്കെ സമ്മ് 5 വരുന്നത് സമ്മ് 5 വരുന്നതിൽ മിസ്സിങ് ഉണ്ട് അല്ലേ? 5 6 4 ഉണ്ട്. മനസ്സിലായോ? ഓക്കെ അല്ലേ? 6 4 അല്ലേ? പിന്നെ എന്താണ് മക്കളെ? അപ്പോൾ നേരെ തിരിച്ചതാണ് 4 6. റെഡി അല്ലേ? അപ്പോൾ എന്താ 21 മനസ്സിലായല്ലേ? റെഡി അല്ലേ? ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ? സമ്മ് 10 വരുന്നതിൽ ഇല്ല. 3 വെച്ചിട്ട് ആരും വരില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? യെസ് പ്രൊബബിലിറ്റി അല്ലേ? പ്രൊബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൻ ഓഫ് ഇ ഡിവൈഡ് ബൈ എന്താണ്? എൻ ഓഫ് എസ് ആണ്. അഥവാ 21 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? 36. റെഡി അല്ലേ? 3 കൊണ്ട് പോയി കഴിഞ്ഞാൽ 7 ഡിവൈഡ് ബൈ എന്താണ്? 12 വന്നിരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ് ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ 7 ഡിവൈഡ് ബൈ 12 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഇനി മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ആൻഡ് 0 cot 4x ഡിവൈഡ് ബൈ കൊസീക്ക് 3x is equal to. റെഡി അല്ലേ? എടാ അതായത് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0. ആ cot 4x എനിക്ക് ഡിനോമിനേറ്ററിലേക്ക് വലിച്ചാൽ അത് ഡിവൈഡ് ബൈ tan 4x എന്ന് വരും അല്ലേ? കൊസിക് 3x ആണെങ്കിൽ മക്കളെ എന്താണ്? സൈൻ എന്താണ്? 3x എന്ന് വരും. ഓക്കെ അല്ലേ? ദിസ് ഈസ് ഡയറക്റ്റ്. ഓക്കെ അല്ലേ? കാരണം നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0. ഓക്കെ സൈൻ എ എക്സ് ഡിവൈഡ് ബൈ സൈൻ ബി എക്സ് ഈസ് ഈക്വൽ ടു എന്നാണ് മക്കളെ? എ ബൈ ബി ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേപോലെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡ് ബൈ അല്ലെ ടാൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ അതും എന്താണ് മക്കളെ? യെസ് എ ബൈ ബി ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തരം എന്ത് വരണം മക്കളെ? യെസ് 3/4 എന്ന് വരും. Next question. Let f of x is equal to cos x if x greater than or is equal to 0. Which of the following is not true? Okay. And minus cos x if x less than 0 ഉണ്ട് അല്ലേ? Which of the following is not true? Okay. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ലിസൺ cos x if x greater than or is equal to 0. ഓക്കെ അല്ലേ? മൈനസ് cos x if x less than 0. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ട്രൂ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് cos x ആണെങ്കിലും മൈനസ് cos x ആണെങ്കിലും അല്ലേ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ? കണ്ടിന്യൂസ് ഇൻ ആർ അഥവാ ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും cos x ആണെങ്കിലും മൈനസ് cos x ആണെന്നാലും കണ്ടിന്യൂസ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ cos x when x greater than or equal to 0 ആൻഡ് മൈനസ് cos x when x less than 0. അവിടെ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ്ലീസ്റ്റ് വരാൻ സാധ്യത എവിടെ മാത്രമാണ്? 0-ൽ മാത്രമാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം നമുക്ക് എന്താക്കണം? ചെക്ക് ചെയ്യണം. ഓക്കെ അതായത് അവിടെ 0-ൽ ഡിസ്കണ്ടി വരാൻ സാധ്യത ബിക്കോസ് അത് പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. 0 എന്ന് പറഞ്ഞാൽ ആ പീസ് വൈസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ചേഞ്ചിങ് പോയിന്റ് ആയതുകൊണ്ടാണ്. റെഡി അല്ലേ? അപ്പോൾ ഏത് നോട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇക്വൽ ടു 1 അതെന്താണ്? ട്രൂ ആണ്. റെഡി അല്ലേ? ഓക്കെ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇക്വൽ ടു -1 അതും എന്താണ് മക്കളെ? ട്രൂ ആണ്.
എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -2 അല്ലെ അതും എന്താണ് ട്രൂ ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലെ, ഇതായിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. അഥവാ അവിടെ എന്തായിരിക്കും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അത് നമ്മൾ ലിമിറ്റൊക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാതെ തന്നെ ഈ ലോജിക്ക് വെച്ചിട്ട് ഓപ്ഷൻ എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇനി അഥവാ നമുക്ക് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് LHL കണ്ടുപിടിക്കണം അല്ലേ. LHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്താണ് cos x അല്ലെ എന്ന് പറയാം. cos 0 അഥവാ 1 ആണ്. അതേപോലെ RHL കണ്ടുപിടിക്കണം, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് cos x അല്ലെ എന്ന് പറയാം -cos 0 അഥവാ -1 ആണ്. സോ നമുക്ക് ഇവിടെ LHL ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ് മക്കളെ RHL അല്ലെ. അപ്പോൾ അവിടെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, അവിടെ എന്തില്ല കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ അല്ലാതെയും ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let y is equal to tan inverse of sec x plus tan x then dy by dx is equal to റെഡിയല്ലേ. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവനെ എന്താക്കണം, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ അല്ലേ. അഥവാ tan inverse of sec x plus tan x ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, sec x plus tan x ഓൾറെഡി നമ്മൾ ധീര ജയിലൊക്കെ അതിന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ആ പുതിയ XPL ഒക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ അത് അത്രത്തോളം പഠിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ലിസൺ നമുക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യാം. ഓക്കെ, sec x plus tan x ഞാൻ മാറ്റുന്നത് ഡിറൈവ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ sec x എന്ന് പറഞ്ഞാൽ 1/cos x ആണ് അല്ലെ. tan x എന്ന് പറയുമ്പോൾ മക്കളെ sin x ഡിവൈഡ് ബൈ എന്താണ് cos x ആണ്. റെഡിയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക 1 + sin x ഡിവൈഡ് ബൈ താഴെ എന്താണ് മക്കളെ cos x എന്ന് വരും. റെഡിയല്ലേ. ഇനി എന്താണ് 1 + sin x അല്ലെ. 1 + sin x എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ എന്താണ് മക്കളെ cos x/2 പ്ലസ് sin x/2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. സംശയം ഉണ്ടെങ്കിൽ ഇത് cos x/2 പ്ലസ് sin x/2 ദ ഹോൾ സ്ക്വയറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത്. ഓക്കെ, 1 + sin x നമ്മൾ തിരിച്ചെത്തും. റെഡിയല്ലേ. ഇനി മക്കളെ cos x എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ മാറ്റി എഴുതാം, cos square x/2 മൈനസ് sin square x/2 അല്ലെ. അതെങ്ങനെയാണ്, അതായത് വി നോ cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് cos x മൈനസ് sin x. അപ്പം അങ്ങനെയാണെങ്കിൽ cos x എന്ന് പറഞ്ഞാൽ cos square x/2 മൈനസ് എന്താണ് sin square x/2. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് അവിടെയും പരിപാടി കഴിഞ്ഞു. റോഡിയല്ലേ. അപ്പോൾ ഇതായിട്ട് മാറും വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ എന്താ മക്കളെ വരിക, ഓക്കെ ദാറ്റ് ഇസ് സംതിങ് ബട്ട് cos x/2 പ്ലസ് എന്താണ് sin x/2 അല്ലേ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ, ഡിവൈഡ് ബൈ താഴെയാണെങ്കിൽ മക്കളെ cos x/2 മൈനസ് sin x/2 അല്ലെ ഇൻറ്റു എന്ത് വരടാ cos x/2 ഓക്കെ അല്ലേ പ്ലസ് sin x/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഒരാൾ ഇത് ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഇതെന്ത് വരും, വാട്ട് ഇസ് ദിസ്, ഇതെന്താ സാധനം മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ ഫൈനലി ഇതെന്തായിട്ട് മാറി cos x/2 അല്ലേ പ്ലസ് എന്താണ് മക്കളെ sin x/2 റെഡി അല്ലേ. വാട്ട് ഇസ് അറ്റ് അതേപോലെ cos x/2 മൈനസ് sin x/2 എന്ന് വന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, മൊത്തം എന്താക്കണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ് cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ. സോ മക്കളെ ഞാൻ cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതും കട്ടായിട്ട് പോയി അവിടെ എന്താ 1 എന്ന് വരും. റെഡി അല്ലേ. ഇവരെ ഞാൻ എന്താക്കാണ് cos x/2 കൊണ്ട് ഞാൻ എന്താണ് ഡിവൈഡ് ചെയ്യാണ്. സോ sin x/2 ഡിവൈഡ് ബൈ cos x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ tan x/2 എന്ന് വരും. റെഡി അല്ലേ. ഇനി ഇവിടെ ആണെങ്കിൽ ഇവനെ cos x/2 ഡിവൈഡ് ബൈ cos x/2 അല്ലേ എന്ന് വരും. റെഡി അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എന്താണ് മക്കളെ 1 ആണ്. ഓക്കെ അല്ലേ. മൈനസ് ഇതെന്താണ് മക്കളെ tan x/2. റെഡി. ഇനി what is 1 + tan x/2 divided by 1 minus tan x/2 അല്ലേ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് tan of π/4 plus x/2. ഓക്കെ അല്ലേ. എന്താണ് മക്കളെ ഓക്കെ അല്ലേ tan of what is that tan of എന്താണ് π/4 പ്ലസ് x/2. ഓക്കെ അല്ലേ. നിങ്ങളൊരു കാര്യം എക്സ്പാൻഡ് ചെയ്ത് നോക്കി, tan π/4 പ്ലസ് x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓക്കെ 1 + tan x/2 ഡിവൈഡ് ബൈ 1 മൈനസ് tan x/2 ആണ് അല്ലേ. അതായത് അതൊക്കെ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് മക്കളെ, ശ്രദ്ധിക്കാം. അതായത് tan π/4 പ്ലസ് x/2 ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ tan π/4 പ്ലസ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + tan x ഡിവൈഡ് ബൈ എന്താണ് 1 മൈനസ് tan x ആണെന്നും റെഡി അല്ലേ. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ tan π/4 മൈനസ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 മൈനസ് tan x ഡിവൈഡ് ബൈ എന്താണ് 1 + tan x ആണെന്നും റെഡി അല്ലേ. അത് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ്. റെഡി അല്ലേ. അപ്പോൾ എനിവേ നമുക്ക് അവിടെ ഈ പറഞ്ഞ y is equal to tan inverse of sec x plus tan x റെഡി അല്ലേ. y is equal to എന്താണ് tan inverse of എന്താണ് sec x plus tan x അല്ലേ എന്ന സാധനം എന്തായിട്ട് മാറി tan inverse of ഓക്കെ അല്ലേ tan of π/4 plus x/2 എന്നായിട്ട് മാറി. What is tan inverse of tan π/4 plus x/2 അല്ലെ. ഇത് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് π/4 plus x/2 ആണ്. ഓക്കെ അല്ലേ. സോ നമുക്കിവിടെ y is equal to എന്നാണ് y is equal to എന്നാണ് π/4 plus x/2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ dy/dx is equal to നമുക്ക് അവിടെ എന്ത് കിട്ടൂടാ 1/2 എന്ന് കിട്ടും. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി is the right answer. ഓക്കെ അല്ലേ.
Next question. Y is equal to 8x cube minus 60x square plus 144x plus 27 is strictly decreasing function in the interval. ഓടിയല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എവിടെയാണെന്ന് നോക്കാമെങ്കിൽ അവൻ എന്താക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. സോ അഥവാ dy/dx is equal to, ഓക്കെ, നമുക്ക് എവിടെ ചെയ്ത് കഴിഞ്ഞാൽ 24x സ്ക്വയർ റോഡിയല്ലേ മൈനസ് എന്താണ് 120x അല്ലെ പ്ലസ് 144 റോഡിയല്ലേ. അപ്പോൾ അടുത്ത സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ dy/dx is equal to എന്താണ് മക്കളെ, യെസ് 0 എന്ന് നമ്മൾ കൊടുക്കുക. മനസ്സിലായല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ. അഥവാ 24x സ്ക്വയർ മൈനസ് 120x പ്ലസ് 144 is equal to എന്നാണ് 0 എന്ന് കൊടുക്കുക. റോഡിയല്ലേ. ഇനി നമുക്കിതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 24 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ഓക്കെ, നമുക്കിവിടെ എക്സ് സ്ക്വയർ അല്ലെ മൈനസ് 5x പ്ലസ് 6 is equal to എന്താണ് 0 എന്ന് കിട്ടും അല്ലേ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വാട്ട് ഇസ് ദാറ്റ്, എക്സ് is equal to 2 എന്നും അതേപോലെ എക്സ് is equal to 3 എന്നും കിട്ടും. റെഡിയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ അല്ലെ എവിടെയാണ് അല്ലെ പിന്നെ ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യുക, ഈ 2,3 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്താക്കുക ഇവിടെ മാർക്ക് ചെയ്യുക. റെഡിയല്ലേ. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യുക അല്ലേ. അഥവാ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ എന്താണ് മക്കളെ പ്ലസ്. ഓടിയല്ലേ. അപ്പോൾ റൈറ്റ് മോഡ് സൈഡിൽ പ്ലസ് അല്ലേ, പിന്നെ ഇവിടെ മൈനസ് അല്ലെ, ഇവിടെ എന്താണ് മക്കളെ പ്ലസ്. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസ് പറയുമ്പോൾ ആ മൈനസ് ഉള്ള ഇൻ്റർവൽ നമ്മൾ നോക്കിയെടുത്താൽ മതി. ഓടിയല്ലേ. അപ്പോൾ 2,3 എന്ന് വരും. ഓടിയല്ലേ. യെസ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, what is integral of 1 divided by sin x into cos x dx is equal to. റെഡി മക്കളെ, എന്താ ചെയ്യുക, അതായത് ഡിനോമിനേറ്ററിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പൊതുവേ ആകെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യുക, കോസ് സ്ക്വയർ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/cos സ്ക്വയർ എക്സ് നമുക്കറിയാം 6 സ്ക്വയർ എക്സ് ആണ് അല്ലെ. ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ sin x/cos x എന്ന് പറയുമ്പോൾ നമുക്ക് tan x dx ആണ്. ഓടിയല്ലേ. ഇതേത് ഫോർമാറ്റ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് അല്ലേ. താഴെയുള്ളവൻ്റെ ഡെറിവേറ്റീവ് മോൾ, താഴെയുള്ളവൻ്റെ ഡെറിവേറ്റീവ് മോൾ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് വാട്ട്, ലോഗ് മോഡ് tan x അല്ലെ പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/2 log cos x മൈനസ് sin x dx is equal to. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിന് നമ്മളിതിനെ 0 to π/2 അല്ലെ ലോഗ് കോസ് എക്സ് ബൈ സൈൻ എക്സ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ബട്ട് ലോഗ് കോസ് എക്സ് അല്ലെ മൈനസ് എന്താണ് നമുക്ക് ലോഗ് സൈൻ എക്സ് എന്നാക്കുന്നത് എന്തിട്ടുണ്ടോ. ലോഗ് a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ മൈനസ് എന്താണ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് ഇവിടെ ലോഗ് കോസ് എക്സ് മൈനസ് എന്താണ് ലോഗ് സൈൻ എക്സ്. ഓടിയല്ലേ. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താക്കുക, പിന്നെ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. കിങ്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താക്കുക, π/2 മൈനസ് എക്സിനെ റീപ്ലേസ് ചെയ്താണ് കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ i is equal to അല്ല ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് എന്താണ് കോസ് π/2 മൈനസ് എക്സ്. ഓക്കെ അല്ലേ. മൈനസ് ലോഗ് ഓഫ് സൈൻ എന്താണ് മക്കളെ π/2 മൈനസ് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻ്റഗ്രൽ 0 to π വാട്ട് ഇസ് ലോഗ് കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് സൈൻ എക്സ്, ലോഗ് സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ ലോഗ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. നമ്മൾ ഓൾറെഡി ഉള്ള സാധനം ഏതാണ്, 0 to π/2 ഏതാണ്, യെസ് ലോഗ് കോസ് എക്സ്. ഓക്കെ അല്ലേ. മൈനസ് ലോഗ് സൈൻ എക്സ് അല്ലേ എന്നുള്ളത് എന്താണ് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുത്തു. റെഡി അല്ലേ. ഇനി ഇവരെ ഞാൻ എന്ത് ചെയ്യണം മക്കളെ, പരസ്പരം ആഡ് ചെയ്യുകയാണ്. റെഡി. ശ്രദ്ധിക്കുക, യെസ് ഇവിടെ ഞാൻ പരസ്പരം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നിന്നും i പ്ലസ് ഐ എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ് 2i ആണ് അല്ലേ. അപ്പോൾ 2i is equal to ഇവിടെ ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് സൈൻ എക്സ് അല്ലേ, അത് പോവും. റെഡി അല്ലേ. ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് കോസ് എക്സ് അതും എന്താണ് മക്കളെ പോവും. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മക്കളെ യെസ് ഇൻ്റഗ്രൽ ഓഫ് വാട്ട് ഇൻ്റഗ്രൽ 0 to π/2 0 dx എന്ന് വരും അല്ലേ. സോ ആൻസർ ഈസ് വാട്ട് 0. റെഡി. സോ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ. then ശ്രദ്ധിക്കുക, അടുത്തത് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y സ്ക്വയർ is equal to 16 minus x സ്ക്വയർ, y is equal to 0 and x equal to 0 in the first quadrant is. ഓക്കെ.
അതായത് ഇവിടെ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ ഞാൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 അല്ലെങ്കിൽ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 എന്ന് വരും. ഓക്കെ അല്ലേ? എടാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സാധനം? വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ സത്യം എ സർക്കിൾ വിച്ച് സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ, മനസ്സിലായില്ല? സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് ഹാവിങ് റേഡിയസ് എന്താണ് 4 യൂണിറ്റ് അല്ലേ? 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ബട്ട് എന്താണ് 4 സ്ക്വയർ ആണ്. റെഡിയല്ലേ? റേഡിയസ് 4 യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഏരിയ ആണ് കൊടുക്കേണ്ടത് ഈ സർക്കിളിൻ്റെയും, അതേപോലെ എക്സ് ഇസ് ഇക്വൽ ടു 0, അതേപോലെ വൈ ഇസ് ഇക്വൽ ടു 0 അല്ലേ? ഈ പർട്ടിക്കുലർ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് 1/4 അഥവാ 4/1 ഓഫ് എന്താണ് മൊത്തം ഏരിയ അല്ലേ? പൈ ആർ സ്ക്വയർ അല്ലേ? അഥവാ ഈ സർക്കിളിൻ്റെ ഏരിയൻ്റെ 4/1 അല്ലേ ഇവൻ? റെഡി അല്ലേ? എടാ സർക്കിളിൻ്റെ ഏരിയൻ്റെ 4/1 ഇവൻ. അപ്പോൾ ഏരിയ ഈസ് ഇക്വൽ ടു 1/4 എന്താണ് പൈ ആർ സ്ക്വയർ. റെഡി അല്ലേ? സോ അപ്പോൾ എ ഈസ് ഇക്വൽ ടു വാട്ട് ഈസ് ദാറ്റ് 1/4 ഇൻറ്റു വാട്ട് ഈസ് ദാറ്റ് പൈ ഇൻറ്റു അല്ലേ ആർ എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ് 4ആണ്. അപ്പോൾ ഏരിയ ഈസ് ഇക്വൽ ടു എന്താണ് 4 പൈ സ്ക്വയർ യൂണിറ്റ് എന്ന് വരും അല്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. The next question, the general solution of the differential equation x dy minus y dx is equal to എന്താണ് y square dx. See guys, ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ടൈപ്പാണ്. ഇത് നമ്മുടെ പിന്നെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? എന്താണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. റെഡി അല്ലേ? അപ്പോൾ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഡി വൈ അല്ലെ മൈനസ് വൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു എന്താണ് വൈ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത്. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ് വൈ സ്ക്വയർ കൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം മക്കളെ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഡിവൈഡ് ബൈ വൈ സ്ക്വയർ എന്ന് വരും അല്ലേ? അതിനെ കൊണ്ട് കാര്യമില്ല, ഞാൻ നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്തത് ഇവിടെ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡ് ബൈ എന്താണ് വൈ സ്ക്വയർ അല്ലേ? ഇസ് ഇക്വൽ ടു ഇതെന്തായി മക്കളെ ഡി എക്സ് എന്നായിട്ട് മാറി അല്ലേ? ഇതെന്താ സാധനം പറഞ്ഞാട്ടെ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സാധനം മക്കളെ? വാട്ട് ഈസ് ദാറ്റ്? ഇതെന്ന് പറഞ്ഞാൽ അല്ലെ ഡെറിവേറ്റീവ് ഓഫ് അവനെങ്ങനെ മാറ്റി എഴുതാം? യെസ് എക്സ് ഡിവൈഡ് ബൈ വൈ ആണ്. റെഡി അല്ലേ? ഇസ് ഇക്വൽ ടു എന്താണ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ആണെങ്കിൽ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ആണ്. മുകളിൽ ആദ്യം വൈൻ്റെ ടൈം വരണ്ടേ, അത് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്തത്. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കാം, നമുക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് അപ്പുറം പോയിക്കോട്ടെ അല്ലേ? പാവല്ല അവിടെ പോയി, അല്ലെങ്കിൽ എവിടെ നിന്നും കുഴപ്പമൊന്നുമില്ല. റെഡി, ഇനി രണ്ട് സൈഡിലും എന്ത് ചെയ്യണം മക്കളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്നാണ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ വൈ അല്ലേ? ഈസ് ഇക്വൽ ടു എന്താണ് എക്സ് പ്ലസ് സി എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ നോക്കുക എല്ലാം എന്താണ് വൈൻ്റെ ടൈമിലുള്ളത്. ഓക്കെ അല്ല? അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം രണ്ട് സൈഡിലും റെസിപ്രോക്കലാണ്. സോ മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് അല്ലേ ഈസ് ഇക്വൽ ടു എന്താണ് യെസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് സി. അപ്പോൾ മൈനസ് വൈ ഈസ് ഇക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് മക്കളെ എക്സ് പ്ലസ് സി എന്ന് വരും. ഇവിടെയല്ലേ? സോ വൈ ഈസ് ഇക്വൽ ടു എന്താണ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് എക്സ് പ്ലസ് സി എന്ന് വരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. റെഡി അല്ലേ? പക്ഷെ മുകളിൽ എക്സ് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആവാൻ സാധ്യതയുണ്ട്. ഓപ്ഷനിലേക്ക് എയിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് നോക്കാം. റെഡി, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഇവനെ നെഗറ്റീവിനെ ഞാൻ താഴേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എക്സ് ഡിവൈഡ് ബൈ എന്താവും മൈനസ് എക്സ് അല്ലെ മൈനസ് സി എന്ന് വരും. റെഡി അല്ലേ? പിന്നെ നമുക്ക് അറിയാം അല്ലെ ഈ പറഞ്ഞ പോലെ തന്നെ സി ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണെങ്കിൽ മൈനസ് സി എന്താണ് മറ്റൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ സി കൊടുത്ത് മേടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ഇസ് ഇക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എന്താണ് സി മൈനസ് എക്സ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ് ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്. മനസ്സിലായില്ലേ? റെഡിയല്ലേ? അപ്പം എനിക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ മുകളിൽ എക്സ് വരുന്ന ഇതിൻ്റെ സാധനം കിട്ടി. അപ്പോൾ ഞാനത് ചെയ്യാണ്, നമുക്ക് അതിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മൈനസ് ബി ഇസ് ഇക്വൽ ടു സെറ്റ് ഓഫ് എ കോമ ബി, ബി മൈനസ് എ ഇസ് ഇക്വൽ ടു സെറ്റ് ഓഫ് സി കോമ ഡി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഇ കോമ എഫ്, ദെൻ സെറ്റ് ബി ഇസ് ഇക്വൽ ടു. സി ഗൈസ്, അപ്പോൾ ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എന്ത് ചെയ്യാം. ആദ്യം നമുക്ക് രണ്ട് സെറ്റിനെ കണക്ട് ചെയ്യുന്ന വെൻ ഡയഗ്രം നമുക്ക് വരയ്ക്കാം. ഓക്കെ അല്ല? രണ്ട് സെറ്റിനെ കണക്ട് ചെയ്യുന്ന വെൻ ഡയഗ്രം. അപ്പോൾ ഇതെന്താണ്? ഇത് എ, ഇതെന്താണ് നമുക്ക് എസ് ബി. നമുക്കറിയാം എ മൈനസ് ബി അല്ലേ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്നാണ് ഈ റീജിയനാണ് മക്കളെ എന്ത് എ മൈനസ് ബി എന്ന് പറയുന്നത്. റെഡി അല്ലേ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോമ ബി. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? ബി മൈനസ് എ. ബി മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണ് മക്കളെ എന്ത് ബി മൈനസ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് സി കോമ ഡി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ മക്കളെ അത് ഇ കോമ എഫ്.
ഓക്കെ അല്ലേ. സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, യെസ് സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട് അല്ലേ. സെറ്റ് ബി എന്ന് പറയുന്നത് മൊത്തത്തിലല്ലേ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെൻ ഡയഗ്രാം വരച്ചിട്ട് ഇവർ ഓരോന്നൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ഇതേപോലെ സംഗതി എന്താ കിട്ടും. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് എ ടു ബി ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് ബിലോങ്സ് ടു എ ഈസ് 1 to 1 ബട്ട് നോട്ട് ഓൺ ടു ദെൻ. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഫ് അല്ലേ ഫ്രം എന്താണ് എ ടു ബി അല്ലേ. ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ അത് കോഡൊമൈൻ ആണ്. ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് വാട്ട്, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എന്താണ്, എക്സ് എന്നാണ്. അവിടെയല്ലേ മക്കളെ, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഇസ് ഇക്വൽ ടു എക്സ് അല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കുക അതിൻ്റെ റേഞ്ചും ഡൊമൈനും എന്തായിരിക്കും, സെയിം സെറ്റ് ആയിരിക്കും. അവിടെയല്ലേ വൈയും എക്സും ഈക്വൽ ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഞ്ചും അതേപോലെ തന്നെ ഡൊമൈനും എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, റേഞ്ചും എന്തായിരിക്കും, എ ആയിരിക്കും. റെഡിയല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഇവിടെ കോഡൊമൈൻ അല്ലെ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് ഈസ് മസ്റ്റ് ബി റേഞ്ച് ഈസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ അല്ലേ, അഥവാ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് വരും. മനസ്സിലായല്ലേ. ഓക്കെ അല്ലേ. അതായത് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ. അതർവൈസ് ഓൺ ടു അല്ലെങ്കിൽ റേഞ്ച് സബ്സെറ്റ് ഓഫ് എന്താണ്, കോഡൊമൈൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് കണ്ടുപിടിച്ചു എ ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ഓൾറെഡി ക്വസ്റ്റ്യനിലേക്ക് ആണ്. എങ്ങനെയാണ് ഞാൻ റേഞ്ച് കണ്ടുപിടിച്ചത്, ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആയതുകൊണ്ട് അല്ല, അഥവാ വൈ ഇസ് ഇക്വൽ ടു എക്സ് ആയതുകൊണ്ട് ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റും റേഞ്ച് എന്ന സെറ്റും എന്താണ്, സെയിം ആയിരിക്കും. ഓടി അല്ലേ. അപ്പോൾ ഡൊമൈൻ എ ആണെന്നറിയാം, സ്വാഭാവികമായിട്ടും റേഞ്ചും എന്ത് തന്നെയാണ് മക്കളെ, എ തന്നെയാണ്. അത്രയേ ഉള്ളൂ. ഓടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇഫ് ദ ഇക്വേഷൻ 2x² plus a plus 3 into x plus 8 is equal to 0 റോഡിയല്ല has equal roots, then one of the values of a is equal to. നമുക്കറിയാം എപ്പോഴും ഈക്വൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് അഥവാ b² - 4ac is equal to എന്താണ് മക്കൾ, 0 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് നമുക്കറിയാം എന്താണ്, യെസ് ഓക്കെ വാട്ട് ഇസ് ഡിസ്ക്രിമിനൻ്റ്, a plus 3 അല്ലേ. സോ a plus 3 the whole square minus എന്താണ് 4 into 2 into 8 അല്ല ഈസ് ഈക്വൽ ടു എന്താണ് 0 ആവണം. റെഡി അല്ലേ. 4. ഓക്കെ, അപ്പോൾ നമുക്ക് അഥവാ a plus 3 the whole square ഈസ് ഈക്വൽ ടു അല്ലെ 64 എന്ന് വരും. അപ്പോൾ a plus 3 ഈസ് ഈക്വൽ ടു +or - 8 എന്ന് വരും. അപ്പോൾ a ഈസ് ഈക്വൽ ടു +or - 8 - 3 അല്ലേ. അപ്പോൾ a ഈസ് ഈക്വൽ ടു 8 - 3 എന്ന് 5 എന്ന് വരും. a ഈസ് ഈക്വൽ ടു -8 - 3 എന്ന് പറഞ്ഞാൽ -11 എന്ന് വരും. ഓക്കെ അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Next, if NP4 is equal to 5 into NP3, then the value of n is equal to. NP4 is equal to 5 into NP3, then the value of n is equal to. See guys, simple. അതായത് what is NP4 അല്ല, NP4 എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് n factorial divided by n minus 4 the whole factorial ആണ്. ഓക്കെ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 5 into NP3 എന്ന് പറഞ്ഞിരിക്കുന്നത്. 5 into NP3 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, n factorial divided by n - 3 the whole factorial ആണ്. റെഡിയല്ലേ. ഇവിടെ നമ്മൾ നോക്കിയിട്ട് n factorial ഗെറ്റിംഗ് ക്യാൻസൽഡ്. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് അവിടെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ വേണമെങ്കിൽ രണ്ട് സൈഡിലും എനിക്ക് എന്താകാം, റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ ഇവിടെ n - 4 the whole factorial is equal to n - 3 the whole factorial divided by 5. ഇനി n - 3 the whole factorial നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, അഥവാ n - 3 the whole factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into അല്ലെ എക്സെട്ര into n - 3 അല്ലേ, n - 3 ലാസ്റ്റ് വരും. അതിന് തൊട്ടുമ്പത്തെ നമ്പറാണ് n - 4. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 1 into 2 into 3 into എക്സെട്ര n - 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ബട്ട് n - 4 ഫാക്ടോറിയൽ ഇൻറ്റു എന്നാണ് മക്കളെ n - 3 എന്ന് പറയും. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചോളൂ. റെഡി. നമ്മളീ പറഞ്ഞ n - 3 ഫാക്ടോറിയലിനെ ഞാൻ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പം നമുക്കിവിടെ നോക്കണേ n - 4 the whole factorial is equal to നോക്കണേ, യെസ് ഓക്കെ അല്ലേ. അതിന് ഞാൻ n - 4 the whole factorial into n - 4 the whole factorial into എന്താണ്, യെസ് n - 3 ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ 5 എന്ന് വരും. റെഡി അല്ലേ. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി ഇത് ക്രോസ് ചെയ്താൽ 5 is equal to n - 3, n is equal to 8 എന്ന് വരും. So which option is correct? Option D is the right answer. റെഡി അല്ലേ. ഡൺ. ഇനി മക്കളെ നമുക്ക് സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമെറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ. എന്താണ്, ഇഫ് ദ മീൻ ഓഫ് ദ നമ്പേഴ്സ് a, b, 8, 5, 10 is 6, then the variance is 6.8, then
എ ബി ഈസ് ഈക്വൽ ടു മക്കളെ ശ്രദ്ധിക്കാം, നമുക്കൊരു മീൻ അല്ലെ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. ആ മീൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് 6 അല്ലേ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ലക്ഷ്യമാണ് സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ആഡ് ചെയ്യലാണ് പൊടിയല്ലേ, അഥവാ എ പ്ലസ് ബി പ്ലസ് 8 പ്ലസ് 5 പ്ലസ് 10 അല്ലേ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 1 2 3 4 5 6 1 2 3 4 5 ഓക്കെ റെഡിയല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 5 30 അല്ലേ. ഇവിടെ ആണെങ്കിലോ എ പ്ലസ് ബി 8 5 13 10 23. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ നമുക്ക് 7 എന്ന് കിട്ടി. നമുക്ക് എ ബി കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് അടുത്ത എന്താണ്, യെസ് ഓക്കെ എ ബി വേണം റെഡിയല്ലേ. അപ്പം നമുക്ക് അതിന് കാര്യം ചെയ്യാം. വേറെ തന്നിരിക്കുന്നത് 6 അല്ല വാരിയൻസ് തന്നിട്ടുണ്ട് 6.8. മക്കളെ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർമുല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അല്ലെ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.8 ആണ് ഓക്കെ അല്ലേ. ഇനി സിഗ്മ എക്സ് ഐ സ്ക്വയർ നമുക്ക് അറിയില്ല, നോക്കാം. എൻ എന്ന് പറഞ്ഞാൽ അത് 5 ആണെന്ന് അറിയാം റെഡിയല്ലേ, 5 അല്ലേ യെസ്. എക്സ് ബാറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറയുമ്പോൾ 6 ആണ് എന്ന് പറയുമ്പോൾ 36 ആണ് അല്ലേ. ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 5 അല്ലെ എന്ന് പറഞ്ഞാൽ 42 ഡിവൈഡ് 0.5 എന്ന് വരും. ആ -36 ഇങ്ങോട്ടേക്ക് 42.8 എന്ന് വരും അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച്. ഇവനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വട്ട് ഈസ് അറ്റ് 42.8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, യെസ് അതിൻ്റെ സന്ധിമട്ട 214 എന്ന് വരും റെഡി. ഇനി വാട്ട് ഈസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ അല്ലേ, ഒന്നുമില്ല. സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇവരൊക്കെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക അല്ലെ, സ്ക്വയർ ചെയ്ത് ആഡ്. അപ്പോൾ സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നേരെ ആഡ് ചെയ്യുക അല്ലേ. സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ അവരൊക്കെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കിവിടെ എ സ്ക്വയർ പ്ലസ് അല്ലെ ബി സ്ക്വയർ പ്ലസ് ഓക്കെ. വാട്ട് ഈസ് 8 സ്ക്വയർ അല്ലെ, 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ് റെഡി അല്ലേ. ആൻഡ് വാട്ട് ഈസ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആണ് റെഡി അല്ലേ. ആൻഡ് വാട്ട് ഈസ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ. ഇതാണ് 214 മനസ്സിലായല്ലേ. സോ നമുക്കതിന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പം 100 + 25 125 125 അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്താക്കാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അവനെ അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോയിട്ട് 214 64 കുറയ്ക്കുന്നു ഓക്കെ. നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടൂടാ, യെസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് അറ്റ് 25 എന്ന് കിട്ടും ശരിയല്ലേ. അതായത് ഇത് 60 150 150 കുറച്ച് കഴിഞ്ഞാൽ 50 50 25 ദിവസം 25 റെഡിയല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ 25 റെഡിയല്ലേ. നമുക്ക് ഫൈനലി എന്താണ് വേണ്ടത്, എ ബി ആണ് വേണ്ടത് റെഡിയല്ലേ, എ ബി ആണ് വേണ്ടത് ഓക്കെ അല്ലേ. സോ വാട്ട് ഈസ് എ പ്ലസ്, അപ്പോൾ എ ബി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. നമുക്കറിയാവുന്നതാണ് യെസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് യെസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 7 അല്ലേ. അതിൻ്റെ സ്ക്വയർ നമുക്കറിയാം 49 ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം 25 ആണ് അല്ലേ, പ്ലസ് 2ab റെഡി അല്ലേ. അപ്പോൾ ഇവിടെ എ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 49 - 25 24 24/2 എന്ന് പറയുമ്പോൾ എത്രയാണോ, യെസ് 12 എന്ന് വരും. മനസ്സിലായില്ലേ, ഓൾറെഡി സിമ്പിൾ. The local minimum value of 2x cube minus 9x square plus 12x plus 4 is, നമ്മൾ ആദ്യം ചെയ്യുക അത് എഫ് ഓഫ് എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 2x ക്യൂബ് മൈനസ് 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 4 റെഡി അല്ലേ. അത് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 6x സ്ക്വയർ മൈനസ് 18x പ്ലസ് 12 എന്ന് വരും റെഡി അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 6നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അവിടെ എക്സ് സ്ക്വയർ മൈനസ് 3x അല്ലെ പ്ലസ് 2 എന്ന് കിട്ടും റെഡി അല്ലേ. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്, അതവിടെ കിടക്കണ്ടേ. ഇതിനടുത്ത് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് വേണം, അഥവാ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം ഓക്കെ അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവുക 6 × x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താവണം 0 ആവണം. നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമുക്കതിനെ സോൾവ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ x - 1 ഇൻറ്റു എന്താണ് x - 2 ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. അപ്പോൾ x ഇസ് ഈക്വൽ ടു 1ഉം അതേപോലെ x ഇസ് ഈക്വൽ ടു എന്താണ് 2. മനസ്സിലായില്ലേ. അപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഓക്കെ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 6x സ്ക്വയർ മൈനസ് 18x പ്ലസ് 12 റെഡിയല്ലേ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 12x റെഡിയല്ലേ. 12x മൈനസ് എന്ന് വരും മക്കളെ, യെസ് 18 എന്ന് വരും
റെഡിയല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കുക അല്ലേ? അതായത് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അത് മാക്സിമത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ അല്ല മിനിമത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കും. അതായത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അല്ല, ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ദ മാക്സിമത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അല്ലേ? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ലോക്കൽ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമത്തിൻ്റെ ആണ്. ഓക്കെ അല്ലേ? മാക്സിമത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. റെഡി? ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 ഞാൻ എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 12 ഇൻറ്റു എന്താണ് 2 മൈനസ് 18 അല്ലേ എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എന്താണ് 2 ഈസ് വാട്ട്? യെസ്, ഓക്കെ, മാക്സിമത്തിൻ്റെ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. റെഡി അല്ലേ? പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വാല്യൂ ആണ് അല്ല, അഥവാ എഫ് ഓഫ് 2 ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന സാധനം ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 ക്യൂബ് അല്ലേ എന്ന് പറഞ്ഞാൽ 8 എന്ന് വരും അല്ലേ, മൈനസ് 9 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും അല്ലേ, പ്ലസ് 12 ഇൻറ്റു 2 അല്ലേ, പ്ലസ് എന്ത് വരണം മക്കളെ? യെസ്, 4 എന്ന് വരും. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് 16 മൈനസ് 36 അല്ലെ പ്ലസ് 24 അല്ലെ പ്ലസ് 4 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 24 16 40 44 44 8 ഉത്തരം വരും. റെഡി അല്ലേ? എഫ് ഓഫ് 2 അല്ലെ, എഫ് ഓഫ് 2 ആണ് മക്കളെ എന്ത് അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ അല്ലെ, അതെന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. റെഡിയാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if modulus of 1 plus I into 2 plus 3I into 3 minus 4I divided by 2 minus 3I into 1 minus I into 3 plus 4I is equal to A plus IB, then what is A square plus B square? വളരെ സിമ്പിളാണ് മക്കളെ. രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ മോഡുലസ് ഓഫ് എന്താണ് 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അല്ലേ, മോഡുലസ് ഓഫ് 2 പ്ലസ് 3 ഐൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു അല്ലെ, മോഡുലസ് ഓഫ് 3 മൈനസ് 4 ഐ ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് ഈ മോഡുലസ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും ഇടയിലൊക്കെ നമുക്ക് എന്താക്കാം, ഇതേപോലെ തന്നെ എന്താ മക്കളെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? മോഡുലസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ്റെയും അതേപോലെ ഡിവിഷൻ്റെയും ഇടയിലൊക്കെ അതിനെന്താക്കാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇനി മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. റെഡിയല്ലേ? പക്ഷേ നമുക്കിവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവിടെ 1 പ്ലസ് ഐ 1 മൈനസ് ഐ അല്ലെ പരസ്പരം കോൺജുഗേറ്റ് ആണ് അല്ലേ. ഒരു കോംപ്ലക്സ് നമ്പറിനെയും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെയും മോഡുലസ് വാല്യൂ സെയിം ആണ്. 2 പ്ലസ് 3 ഐയും അതേപോലെ 2 മൈനസ് 3 ഐയും പരസ്പരം കോൺജുഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ അവരുടെ മോഡുലസ് വാല്യൂ എന്താണ് മക്കളെ, സെയിം ആണ്. അതേപോലെ 3 മൈനസ് 4 ഐയും 3 പ്ലസ് 4 ഐയും പരസ്പരം കോൺജുഗേറ്റ് ആണ്. സോ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ സെയിം ആണ്. റെഡിയല്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു അവിടെ എന്ത് കിട്ടുക, യെസ് 1 എന്ന് കിട്ടും. Next question, if the coefficient of x cube and x raised to 4 in the expansion of 3 plus kx the whole raised to 9 are equal, then the value of k is. Okay, എടാ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ജനറൽ ടൈം എഴുതണം അല്ലെ. ടി ആർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 9cr ഇൻറ്റു 3 raised to 9 മൈനസ് ആർ ഇൻറ്റു കെ എക്സ് ദ ഹോൾ റൈസ് ടു ആർ അഥവാ കെ റൈസ് ടു ആർ ഇൻറ്റു എക്സ് റൈസ് ടു ആർ. റെഡിയല്ലേ? അപ്പോൾ ഇനി കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് കിട്ടണമെങ്കിൽ ഞാൻ ആറിന് എന്ത് കൊടുക്കണം മക്കളെ, 3 എന്ന് കൊടുക്കണം. അവിടെ T4 ആണ് കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് കിട്ടുക. അവിടെ 9c4 അല്ലെ, 9c3 അല്ലേ ഇൻറ്റു 3 റൈസ് ടു 6 അല്ലേ ഇൻറ്റു കെ ക്യൂബ് ഇൻറ്റു എന്താണ് എക്സ് ക്യൂബ്. റെഡിയല്ലേ? ഇനി മക്കളെ ആർ ഈസ് ഇക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ T5 അല്ലെ ആണ് കിട്ടുക. അഥവാ 9c4 അല്ലെ ഇൻറ്റു 3 റൈസ് ടു 9 മൈനസ് 4 എന്ന് പറയുമ്പോൾ 5 ആണ്. ഇത് കെ റൈസ് ടു 4 ആണ്. ഇതെന്താണ് മക്കളെ, എക്സ് റൈസ് ടു 4 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരുടെ രണ്ട് പേരുടെയും അല്ലെ എക്സ് ക്യൂബിൻ്റെയും അതേപോലെ തന്നെ എക്സ് റൈസ് ടു 4ൻ്റെയും കോഫിഷ്യൻസ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇവിടെ 9c3 ഇൻറ്റു എന്താണ് 3 റൈസ് ടു 6 ഇൻറ്റു കെ ക്യൂബ് എന്ന് പറഞ്ഞാലും 9c4 ഇൻറ്റു 3 റൈസ് ടു 5 ഇൻറ്റു കെ റൈസ് ടു 4 എന്ന് പറഞ്ഞാലും സെയിം ആണ്. റെഡിയല്ലേ? അപ്പം നിങ്ങൾ നോക്കണേ, ഇവിടെ എന്താ ഈ കെ ക്യൂബ് അല്ലെ ഇത് ക്യാൻസൽ ആയിട്ട് പോയി. ഇവിടെ ഈ 3 റൈസ് 5 അല്ലെ ഇവിടെ 3 ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ ബാക്കിയുള്ളത് ആരാടാ മക്കളെ, യെസ് നമുക്ക് ബാക്കിയുള്ളത് 9c3 ഇൻറ്റു റെഡിയല്ലേ 9c3 ഇൻറ്റു 3 അല്ലേടാ 9c3 ഇൻറ്റു 3 ഈസ് ഇക്വൽ ടു എന്താണ് 9c4 ഇൻറ്റു കെ. ഓക്കെ, സോ നമുക്കവിടെ കെ ഈസ് ഇക്വൽ ടു എന്താണ് 9c3 ഡിവൈഡ് ബൈ എന്താണ് 9c4 അല്ല ഇൻറ്റു എന്താണ് 3. ഓക്കെ, എന്താണ് മക്കളെ, യെസ് 9c3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇവിടെ 9 ഇൻറ്റു 8 അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. റെഡിയല്ലേ? നമുക്ക് യെസ് നമുക്കറിയാം NCR ഡിവൈഡ് ബൈ NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഓക്കെ N മൈനസ് ആർ പ്ലസ് 1 ഡിവൈഡ് ബൈ ആർ ആണ് അല്ലേ. അപ്പോൾ അതേപോലെ NCR മൈനസ് 1 ഡിവൈഡ് ബൈ NCR എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ആർ ഡിവൈഡ് ബൈ N മൈനസ് ആർ പ്ലസ് 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു ഫോർമാറ്റ് ആണ് അല്ലേ, മോഡല്ല ചെറുത്. അപ്പോൾ ആർ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുമ്പോൾ വലിയ സാധനം അല്ലേ 4 അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ ആർ എന്ന് പറയുമ്പോൾ 4, ആർ മൈനസ് 1 എന്ന് 3 ആണ്. ഓക്കെ അല്ലേ. ഡിവൈഡ് ബൈ N എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ N മൈനസ് 4 അല്ലേ പ്ലസ് 1
ശരിയല്ലേ, ഇൻറ്റു ഇവിടെ എന്നുണ്ട് 3 ഉണ്ട്. അതായത് NCR ഡിവൈഡ് ബൈ NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ N-R+1 ഡിവൈഡ് ബൈ R ആണ്. ഓക്കെ, അതേപോലെ തന്നെ NCR-1 ഡിവൈഡ് ബൈ NCR എന്ന് പറഞ്ഞാൽ R ഡിവൈഡ് ബൈ N-R+1 ആണ്. ഓടിയല്ലേ, പരിപാടി കഴിഞ്ഞതാ. ഓക്കെ, അതായത് K ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഫിനിഷ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. In an AP, 6th term is 52 and 11th term is 112, then the common difference is simple. ശ്രദ്ധിക്കുക, AP ആണ് അല്ലേ, 6th term അല്ലേ എന്ന് പറഞ്ഞാൽ A+5D ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 52. 11th term അല്ലേ എന്ന് പറഞ്ഞാൽ A+10D ആണ് അല്ല, ദാറ്റ് ഇസ് ഇവിടെ 112. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? ഒന്നുമില്ല, ഞാൻ ഈക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. A മൈനസ് A0 10D മൈനസ് 5D എന്ന് പറയുമ്പോൾ 5D എന്ന് 112 52 കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, വാട്ട് ഈസ് ആറ്റ് 60 വരും. അപ്പോൾ D ഈസ് ഈക്വൽ ടു എന്താണ് 12. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലേ? സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്. ഓക്കെ, അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ കാണാം. ബൈ ബൈ.